കൈരളി ചാനലിൻ്റെ ലേഖനം, ദേശാഭിമാനിയുടെ ലേഖനം, ഏറ്റവും കൂടിയത് റിപ്പോർട്ടർ ചാനലിൻ്റെ ലേഖനം, ഓരോ ചോദ്യങ്ങൾ ആദ്യം എഴുതി കൊടുക്കും. ആര്? ലേഖകന്മാർ അങ്ങനെ എഴുതി കൊടുക്കുകയല്ല. മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്ന് ഓരോ ചോദ്യം ഇവർക്ക് എഴുതി കൊടുക്കും. ആ ചോദ്യം വായിക്കും. ആ ചോദ്യത്തിനുള്ള ഉത്തരം മുഖ്യമന്ത്രി നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടാവും, തയ്യാറാക്കിയിട്ടുണ്ടാവും. അത് പറയും. നാലാമത്തെ ചോദ്യം ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി ഒരു സമയം കഴിഞ്ഞു, ഇനി പിന്നെ കാണാം, ബൈ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോകും. അല്ലെങ്കിൽ തന്നെ മാതൃഭൂമിയിലെ, മനോരമയിലെ, ഏഷ്യാനെറ്റിലേക്ക് ലേഖകന്മാർ എത്തി ചോദിക്കണം. ഒന്നും ചോദിക്കാനുമില്ല, പറയാനുമില്ല, കഴിഞ്ഞു, കഥ കഴിഞ്ഞു. ഇതാണ് സാധാരണ മൂപ്പലാൻ്റെ രീതി. അതിനിടയ്ക്കാണ് ഒരു പാർട്ടിക്കാരൻ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വകതിരിവില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങിയാൽ മുഖ്യമന്ത്രിയുടെ പഴയ സ്വഭാവം അനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ ഭാഷ പറഞ്ഞാൽ പഴയ വിജയനായിരുന്നെങ്കിൽ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് അവൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചാൽ. പുതിയ വിജയനായത് ആ ചോദിച്ചവൻ്റെ ഭാഗ്യം, അയാളുടെ ഭാര്യയുടെയും പിള്ളേരുടെയും ഭാഗ്യം. അല്ലായിരുന്നെങ്കിൽ അയാൾ ഇന്നലെ തിരിച്ച് വീട്ടിലെത്തുകയില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ. ഇനി മുഖ്യൻ്റെ യോഗത്തിന് പോകുന്ന ആളുകൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ആ സംശയം ഒരു കടലാസിൽ എഴുതിയിട്ട് തിരുവനന്തപുരത്തേക്ക് അയച്ചു കൊടുത്താൽ മതി. അതിന് മറുപടി സമയം പോലെ അയച്ചു കിട്ടും.